മറ്റു ഒരു ക്ലബിനും കേരളക്കരയിൽ തന്നെ ഒരു ക്ലബിനും കാഴ്ചവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് നടത്തി വരുന്നത്. നമ്മുടെ കാതർലി ടൂർണമെന്റിന്റെ 53ാമത് ടൂർണമെന്റ് ഈ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിസംബർ 10 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് നടക്കാൻ പോവുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കായിക പാരമ്പര്യവും കുടുംബ സൗഹൃദവും ഒരേ വേദിയിൽ കോർത്തിണക്കി കാതിരാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ ഫാമിലി മീറ്റ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ലബ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാഹിത്യ പ്രതിഭയായ മണികണ്ഠൻ കൊളത്തൂരിനെയും ആദരിച്ച് ക്ലബ്ബ് മാതൃകയായി. കേരളത്തിലെ പ്രമുഖ കായിക പാരമ്പര്യമുള്ള സ്പോർട്സ് ക്ലബ്ബുകളിലൊന്നായ കാതിരാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായാണ് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചത്. സൗഹൃദവും ഒത്തൊരുമയും പുതുക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങ് വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം നിർവഹിച്ചു. കായിക രംഗത്ത് വലിയ പാരമ്പര്യമുള്ള കാതിരലി ക്ലബിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്നും മികച്ച കളിക്കാരെ വാർത്തെടുക്കാനും പുതിയ തലമുറയ്ക്ക് കൂടുതൽ കായിക അവസരങ്ങൾ ഒരുക്കാനും കാതിരലി ക്ലബ്ബ് മുന്നിലുണ്ടാകണമെന്നും അവർ പറഞ്ഞു. ഫാമിലി മീറ്റിന്റെ ഭാഗമായി വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളെയും ഗോഷ്ഠി നോവലിന്റെ രചയിതാവുമായ മണികണ്ഠൻ കൊളത്തൂരിനെയും ചടങ്ങിൽ വെച്ച് ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു. പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണം നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് നിർവഹിച്ചു. കുട്ടികളുടെ കായിക കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും ഇത്തരം കൂട്ടായ്മകൾ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുമെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. എല്ലാ വർഷവും ഇതുപോലെ ക്ലബ്ബ് മെമ്പേഴ്സ് അവരുടെ ഫാമിലി ഒന്ന് ഒത്തുചേർന്ന് ഈ വർഷത്തെ SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ലബ്ബ് മെമ്പർമാരുടെ മക്കൾ, പേരക്കുട്ടികൾ എന്നിവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും എല്ലാ വർഷവും ഞങ്ങൾ നടത്തി വരാം. ഇതിന്റെ ഭാഗമായി ഇന്നും 5ഓളം വിദ്യാർത്ഥികളെ, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഇന്നിപ്പോൾ അവിടെ ആദരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ അവരുടെ കലാപരിപാടികൾ നടന്നു വരികയാണ്. അതിൽ ക്ലബിനെ സംബന്ധിച്ച് പെരിന്തൽമണ്ണക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബ് കാതർലി സ്പോർട്സ് ക്ലബ്ബ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മറ്റു ഒരു ക്ലബിനും കേരളക്കരയിൽ തന്നെ ഒരു ക്ലബിനും കാഴ്ചവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് നടത്തി വരുന്നത്. ഇപ്പോൾ 51 കിഡ്നി രോഗികൾക്ക് മാസാന്തരം 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷമായി തുടർന്നു. അതേപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ അതും ഇതുപോലെ തന്നെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ക്ലബിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. ടൂർണമെന്റ് കഴിഞ്ഞ വർഷം 53ാമത് ടൂർണമെന്റ് നടത്തേണ്ടതായിരുന്നു. കഴിഞ്ഞ വർഷം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അത് തികച്ചും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി 53ാമത് ടൂർണമെന്റ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ വർഷം 53ാമത് ടൂർണമെന്റ് ഡിസംബർ 10 മുതൽ നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന 7 ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ടൂർണമെന്റ്, കാതർലി ടൂർണമെന്റ്. പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും കാതർലി ടൂർണമെന്റാണ്. ഇവിടെ ഒട്ടനവധി ടൂർണമെന്റുകൾ കഴിഞ്ഞ കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് എല്ലാവർക്കും അറിയാം. പെരിന്തൽമണ്ണ കാതർലി ടൂർണമെന്റിന്റെ 53ാമത് ടൂർണമെന്റ് ഈ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിസംബർ 10 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് നടക്കാൻ പോവുകയാണ്. ക്ലബ് പ്രസിഡന്റ് H. മുഹമ്മദ് ഖാൻ അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ കുളത്തൂർ, CH മുസ്തഫ, EK സലീം, പാറയിൽ കരീം, മണ്ണങ്ങൽ അസീസ്, യൂസഫ് രാമപുരം, കൂരിയാടൻ കുഞ്ഞു മുഹമ്മദ്, VP നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. കായിക താരങ്ങൾ, കുടുംബാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ മെന്റലിസ്റ്റ് സക്കീർ ഹുസൈൻ, പച്ചീരി അബ്ദുൽ ഖാദർ എന്നിവരുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. വലിയ ജനപങ്കാളിത്തം കൊണ്ടും മികച്ച സംഘാടനം കൊണ്ടും ഫാമിലി മീറ്റ് ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ക്ലബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ്, സെക്രട്ടറി കുറ്റീരി മാനുപ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Golden Diamonds, different by design.